ഇല്ല സിസ്റ്റർ, എൻ്റെ ഇളയ മോൾക്ക് വേണ്ടിയിട്ടാണ്. ഇല്ല, അത് പഠിക്കാൻ കുറച്ചുകൂടി സൗകര്യം സ്കൂളിൻ്റെ അടുത്തും കൂടെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആ, ഒരു റൂമിൽ 3 ആളല്ലേ? അത് കുഴപ്പമില്ല, മോൾ അത് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ആ, ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ അവിടെ എത്താം, മോളുമായിട്ട് എത്താം. ആ ശരി സിസ്റ്റർ. കുഴപ്പമില്ല. ആ ആ, അതൊക്കെ നോക്കിക്കോളൂ. ഓക്കെ, നന്നായി. ഞാൻ വൈകുന്നേരം എത്താം സിസ്റ്റർ. ആ മണി, ഹോസ്റ്റലിൽ റെഡി ആയിട്ടുണ്ട്. കോൺവെന്റ് സിസ്റ്റർമാരുടെ ഇത് തന്നെ സൗകര്യമൊക്കെ ഉണ്ട്. കാര്യമായിട്ട് പറഞ്ഞാണോ? പിന്നെ കാര്യമായിട്ട് പറഞ്ഞ് സിസ്റ്ററെ വിളിച്ച് സംസാരിച്ചു, ഹോസ്റ്റലിൽ റെഡിയായി. ആ, നീ ഇവിടെ ഇരിക്കുന്നാ? പോയി പെട്ടെന്ന് റെഡിയാവും നോക്ക്. പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് റെഡിയാവും. വൈകുന്നേരം അവിടെ എത്തണം. അച്ഛൻ, എനിക്ക് ഹോസ്റ്റലൊന്നും പോണ്ട അച്ഛാ. അതെന്ത്? എനിക്ക് പോണ്ട. നീയാണോ തീരുമാനിക്കുന്നത്? ഇവിടെ ഞാൻ തീരുമാനിച്ച് സിസ്റ്ററെ വിളിച്ച് പറഞ്ഞെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. പോണം. അതെ, ഗവൺമെന്റ് വക ഹോസ്റ്റലാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. 6 മണിയാകുമ്പോൾ അവരവിടെ ഗേറ്റ് അടയ്ക്കും. മനസ്സിലായോ? നിന്റെ വിളച്ചിലൊന്നും അവിടെ നടക്കൂല. ഞാനേ ഫ്രഷ് ഔട്ട്. അല്ല അച്ഛാ, അമ്മ ഒന്ന് പറഞ്ഞു നോക്കുമ്പോ എനിക്ക് പോണ്ട അമ്മ. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. അച്ഛൻ സീരിയസ് ആയിട്ടാണോ പറയണേന്ന് എനിക്കൊരു സംശയം. നീ ഒന്നും പറയണ്ട. നീ ഒറ്റൊരുത്ത് കാരണമാണ് എനിക്കിപ്പോ ഹോസ്റ്റലിൽ പോകേണ്ട അവസ്ഥ വന്നത്. ഞാൻ എന്ത് ചെയ്ത്? നീ എപ്പോഴും ഇങ്ങനെ തന്നെ. ഇന്ന് മാത്രമല്ല, എപ്പോ അടി ഉണ്ടാക്കുമ്പോഴും നീ ഇങ്ങോട്ട് വന്ന് അടി ഉണ്ടാക്കും. അവസാനം കുറ്റം മുഴുവൻ എനിക്ക്. അല്ല, നീ എന്നെ വന്ന് ചൊറിയാറൊന്നും ഇല്ലേ? ഇപ്പൊ പോകേണ്ടതൊന്നും ഞാൻ തന്നെയല്ല, എന്തൊക്കെ പറഞ്ഞാല്. നിന്റെ സ്വഭാവം അനുസരിച്ച് പോകുന്ന തന്നെയാണ് നല്ലത്. അപ്പൊ എനിക്കൊരു മനസ്സമാധാനം കിട്ടുമല്ലോ. എനിക്ക് തോന്നിയടി, ഞാൻ ഹോസ്റ്റലിൽ പോകാൻ നീ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ആ, ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നന്നായിട്ട് ആഗ്രഹിക്കണോ. നീ ഒന്ന് പോയി കിട്ടിയാ മതി. രവിയേട്ടാ, ഹോസ്റ്റലിൽ വിട്ടാൽ ശരിയാവൂല. അവളുടെ ഭക്ഷണമൊക്കെ പ്രശ്നമാവും. അവളെ പഠിത്തം മോശമാവും. അവൾ അഡ്ജസ്റ്റ് ചെയ്തു. ഭക്ഷണമൊന്നും കുഴപ്പമില്ല മണി. അവളൊക്കെ പഠിക്കട്ടെ. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ കുറേ ഉത്തരവാദിത്തമൊക്കെ വരുള്ളൂ മണി. അവൾക്ക് ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ അറിഞ്ഞൂടാ. അവളെല്ലാം കോളമാക്കും. അവള് പേടിച്ചു പോകും. ശരിയാവും. അച്ഛാ, അവള് പേടിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. അച്ഛാ പ്ലീസ്, അല്ലേ അമ്മ? ഒന്ന് പറ അവളടുത്ത് പോയി. അവൾ ഇപ്പൊ തന്നെ കരയാറായിരിക്കുകയാണ്. പാവോ അച്ഛാ. എന്തു പറയാ? ചെല്ലച്ചാ, അച്ഛ ചുമ്മാ പറഞ്ഞതാന്ന് പറ. ഞാൻ ചുമ്മാ പറഞ്ഞൊന്നുമല്ല. ആ, ഞാൻ ഹോസ്റ്റലിലെ കാര്യം സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞേ. അവള് റെഡി ആയില്ലേ ഇതുവരെ? പിങ്കി, അച്ഛാ അവള് പോട്ടെ ഹോസ്റ്റലിൽ. പിങ്കി, അമ്മ എന്തോന്നമ്മ ഈ പറയണേ? അച്ഛൻ, അമ്മ വൈകുന്നേരം അവള് ഹോസ്റ്റലിലാക്കാൻ പോകുന്നതെന്നാണോ പറയണേ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഒരിടത്തും വിടില്ല അവളെ. വിടില്ലെന്നാ? സമ്മതിക്കില്ലെന്നാ? നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണം? ഞാൻ ഒരു തീരുമാനം എടുത്തു കേട്ടാ. അച്ഛാ ചുമ്മാ തമാശ പറയല്ലേ അച്ഛാ. തമാശയെ? ആ മക്കളെ, ഇങ്ങനെയുള്ള കാര്യം അച്ഛൻ തമാശ പറയുന്ന അറിയാലോ. അവള് ഹോസ്റ്റലിൽ തന്നെ പോകും. പണി അമിത സ്വാതന്ത്ര്യം കൊടുത്തോണ്ടാണ് ഇങ്ങനെ രണ്ടെണ്ണത്തിനും. കണ്ടാ? അല്ല, സ്വന്തം മക്കളെ പരസ്പരം സ്നേഹമില്ലാതെ വളർത്തിയില്ലേ? അങ്ങനെയാണ് എനിക്കിപ്പോ തോന്നുന്നത്. അതെന്റെ തെറ്റാണ്. ആ തെറ്റ് ഞാൻ ഇന്ന് തിരുത്തും കേട്ടാ. അച്ഛാ, അച്ഛനും അപ്പച്ചിയും തമ്മിൽ വഴക്കുണ്ടാക്കാറില്ലേ എന്നും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ സ്നേഹമില്ല? ഞാൻ അതുപോലെ അമ്മയും മാമനും തമ്മിൽ വഴക്കുണ്ടാവാറില്ലേ? അവർ തമ്മിൽ സ്നേഹമില്ലാത്തോണ്ടാണോ? അതുപോലെ ഞങ്ങളും വഴക്കുണ്ടാവാറുണ്ട്. പക്ഷെ എനിക്ക് അവളെന്ന് വെച്ച ജീവനാണ്. എനിക്ക് അവളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റൂല. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. പ്ലീസ് അച്ഛാ, അവളെ ഹോസ്റ്റലിൽ വിടരുത് അച്ഛാ. പ്ലീസ്, ഞാൻ അച്ഛന്റെ കാല് പിടിക്കാം. പ്ലീസ് വേണ്ട അച്ഛാ, ഞാൻ പറയണൊന്ന് കേളച്ചാ. അച്ഛാ, അമ്മയെങ്കിലും കേള്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോഴാണല്ലോ പ്രശ്നം. ഞാൻ പൊയ്ക്കോളാം. അവൾ ഇവിടെ വേണം. അവള് കൊച്ചാണ്. അവൾ ഇതുവരെ മാറി നിന്നിട്ടില്ല. പ്ലീസ് അമ്മ, അവൾ അങ്ങനെ പറഞ്ഞു വിടല്ലേ. അവൾക്ക് ഇരുട്ടൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ പൊയ്ക്കോളാം. അവളിവിടെ വേണം പ്ലീസ്. അച്ഛന്റെ തീരുമാനം അറിയാലോ. അച്ഛൻ ഒരു കാര്യം തീരുമാനിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ പൊയ്ക്കോളാം അമ്മ. പറ അമ്മ. അവള് കരയില്ലേ മക്കളെ? കരയില്ലേ?
എനിക്ക് മാത്രമേ പോകണ്ട. പിങ്കി നീ ഇത് എടുത്തോ. ചേച്ചിയുടെ അല്ലേ ഇത്? അത് സാരമില്ല, നീ എടുത്തോ. അതെ, ഞാൻ നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടേ. ഫോട്ടോയോ? നമ്മൾ അവിടെ വെച്ചിരുന്നില്ലേ, അത് ഞാൻ എടുത്തു. അതെ, ഞാനേ പിന്നെ ഒന്ന് വീഡിയോ കോൾ ചെയ്യാ. ചേച്ചി എന്തിനു കരയണ? കരയൊന്നും വേണ്ട മക്കളെ. അമ്മ ഒരു കാര്യം പറയട്ടാ, എന്നും വീഡിയോ കോളൊന്നും ചെയ്യാൻ പറ്റൂല. അവിടെ സിസ്റ്റേഴ്സിന്റെ ഹോസ്റ്റലല്ലേ, അവിടെ ഭയങ്കര റൂളൊക്കെയാണ്. ദിവസവും നമുക്ക് ഫോൺ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അത് 6:30ക്കും 7നും ഇടയിൽ ലാൻഡ് ഫോണിൽ 5 മിനിറ്റ് വിളിക്കാൻ സമ്മതിക്കും. അത്രേ ഉള്ളൂ. 5 മിനിറ്റോ? 5 മിനിറ്റ് ഒന്നും അതൊന്നും പറ്റൂല അമ്മ. എനിക്ക് അത്രയും നേരമൊക്കെ അവളെ വിളിക്കാതിരിക്കണ എങ്ങനെ? റൂളല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പാക്കിങ് കഴിഞ്ഞോ? കഴിഞ്ഞില്ല അച്ഛാ, കഴിയാറായി. സമയം പോയി, പെട്ടെന്ന് ഇറങ്ങ്. അച്ഛാ വിടണ്ട അച്ഛാ അവളെ ഹോസ്റ്റലിൽ പ്ലീസ്. അല്ലെങ്കിൽ അവള് ഹോസ്റ്റലിൽ പോട്ടെ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ നാളെ അവിടെ കൊണ്ടുവരാം. നീ ഇറങ്ങാൻ നോക്ക്, പെട്ടെന്ന് നാട്ടു. ഒരു കാര്യം പോണോ? ഹെൽപ്പ് ചെയ്യാം. അതെ, വണ്ടി ചാവിയൊക്കെ അച്ഛാ ഞാൻ പൊക്കോളാം അച്ഛാ, ഇവക്ക് പകരം പ്ലീസ് അച്ഛാ. പറഞ്ഞല്ലോ അവള് പോട്ടെ, അവൾ അവിടെ നിന്ന് പഠിക്കട്ടെ. പ്ലീസ്. അതെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ടാക്സി പിടിച്ചു പോയാലോ? കൊണ്ടാക്കാൻ ടാക്സി പിടിച്ചു പോകാനാ? ഇത് ടൂർ പോവല്ലേ മണി? ഞാൻ അവളെ സ്കൂട്ടർ കൊണ്ടാക്കിക്കോളാം. എല്ലാവർക്കും കൂടെ പോയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. പെട്ടിയൊക്കെ എടുത്തിട്ട് നീ പെട്ടെന്ന് വരാൻ. മക്കളെ, അവിടുത്തെ ഭക്ഷണമൊന്നും നിനക്ക് ഇഷ്ടാവൂല, എന്നാലും കഴിക്കണം കേട്ടാ. കഴിക്കാതിരിക്കരുത്. കിട്ടണ ഭക്ഷണം കഴിച്ചോളണം. ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ പെർമിഷൻ കിട്ടുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. വരുന്നു ഹോളിഡേ വരാൻ പറ്റൂ. ആഴ്ചയിൽ ഒരു ദിവസം വന്ന് കാണാൻ പറ്റുമായിരിക്കും. എനിക്ക് പോണ്ടായിരുന്നു. വിഷമിക്കില്ലേ മക്കളെ? പ്ലീസ് അമ്മ വിടണ്ട അമ്മ, പ്ലീസ്. വേണ്ട, വിടൂല. പോണ്ട അമ്മ. അമ്മ പറഞ്ഞ അച്ഛൻ കേൾക്കൂല. നിങ്ങളൊന്നും കാണാതിരിക്കാൻ പറ്റൂല. കരയണ്ട കരയണ്ട. ഞങ്ങളിനി വഴക്കുണ്ടാക്കൂല അമ്മ, പ്ലീസ് അമ്മ. മകളെ കരയില്ല, രണ്ടുപേരും കരയില്ല പ്ലീസ്. അച്ഛനടുത്ത് പറഞ്ഞു നോക്കോ അമ്മ. അമ്മ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. കരയില്ല. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.